നിശബ്ദ നിലവിളികളിൽ ക്രിസ്തുവിനെ കാണുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. തിരുസഭ ഇന്ന് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ കൊണ്ടാടുന്നു. യേശുവിനെ പ്രതി ഹെരോദസ് കൊന്നൊടുക്കിയ പൈതങ്ങൾ. ആഗ്രഹത്താൽ പൂർത്തിയാകാതെ മരിക്കുന്നവർ ഈ ഭൂമിയിൽ അലഞ്ഞുതിരിയും എന്നാണ് പറയപ്പെടാറ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ റാമായിൽ നിന്നും ഒരു നിലവിളി, റാഹേൽ അവളുടെ മക്കളെ ഓർത്ത് ഇതാ നിലവിളിക്കുന്നു എന്ന്. ഈ ഭൂമിയിൽ ലൗകികമായ ഭൂമിയുടേതായ മാനുഷികമായ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ അറിയുന്നതിന് മുൻപ്, അനുഭവിക്കുന്നതിന് മുൻപ്, പൂർത്തിയാക്കുന്നതിന് മുൻപ് ദൈവ പദ്ധതി പ്രകാരം ക്രിസ്തുവിൻ്റെ ജനനത്തെ പ്രതി കുരുതി കൊടുക്കപ്പെടുന്ന, ജീവത്യാഗം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു പറ്റം പൈതങ്ങൾ. അവർ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിയുകയല്ല, പറന്നു നടന്ന് നിലവിളികളെ വിശുദ്ധീകരിക്കുന്ന മാലാഖമാരായി തീർന്നിരിക്കുകയാണ്. കാരണം പ്രവാചക ശബ്ദം ഇപ്രകാരം പറയും: എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വേദനയുടെ നഷ്ടദുഃഖങ്ങളിൽ കഴിയുന്ന ഏവർക്കുമുള്ള ആശ്വാസത്തിൻ്റെ മാലാഖമാരാണ് ഇവർ. ഒന്നാമതായി, എന്തിനാണ് കുഞ്ഞുങ്ങൾ? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനുള്ള ദാനങ്ങളാണ് അവർ. യൂദയായിലെ ബെത്ലഹത്തിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ഹിത നിർവഹണത്തിൽ പങ്കാളികൾ ആവുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നാം സമൂഹത്തിലെ ഏറ്റവും ബലഹീനരും മുറിവേറ്റവരുമായി താദാത്മ്യപ്പെട്ടിരിക്കുന്ന ഉണ്ണിയേശുവിനെ കാണും. സ്വയം നടക്കുവാനും സംരക്ഷിക്കുവാനും ഒന്നും തന്നെ ചിന്തിക്കുവാനും ചെയ്യുവാനും സാധിക്കാത്ത ഈ കുഞ്ഞുങ്ങളുമായുള്ള ക്രിസ്തുവിൻ്റെ താദാത്മ്യപ്പെടലാണ് ഇവിടെ. യേശുവിന് വേണ്ടി രക്തസാക്ഷികളായ ഈ വിശുദ്ധ പൈതങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. രണ്ടാമതായി, എന്നിൽ ഉളവാക്കുന്നത്. ഈ കൂട്ടക്കുരുതി എന്നിൽ ഉളവാക്കുന്ന വേദന എന്താണ്? മറ്റുള്ളവരോടുള്ള എൻ്റെ വേദന എന്താണ്? അഥവാ മറ്റുള്ളവരുടെ വേദനകളിൽ എനിക്കുള്ള വേദന എന്താണ്? നമ്മുടെ കൂടെ എപ്പോഴും ഈ നിഷ്കളങ്കർ ഉണ്ട്. നിശബ്ദമായി വേദന സഹിക്കുന്ന, അകാരണമായി വിധിയേൽക്കേണ്ടി വരുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മാത്രം അറിയാവുന്ന ഇവരൊക്കെ മുറിവേൽക്കപ്പെടുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ മരണമടഞ്ഞ സാധാരണ ജനങ്ങൾ, ഗാസയിൽ ഹമാസ് എന്ന ചെകുത്താൻ കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ മരണത്തിനിരയായ, അഥവാ ആ ഹീനകൃത്യത്തിൻ്റെ കാരണമായി മരണത്തിന് ഇരയായ ആയിരങ്ങൾ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഒരു സമൂഹം ഒക്കെ നമ്മുടെ മധ്യേ നിശബ്ദ സഹനത്തിന് പാത്രമാകുന്നുണ്ട്. അവർ ഈ പൈതങ്ങളുടെ പ്രത്യേക അർപ്പണത്താൽ നീതീകരിക്കപ്പെടുമാറ് ഈ തിരുനാൾ ശോഭിതമാണ്. 94-ാം സങ്കീർത്തനത്തിനോടൊപ്പം, അഥവാ സങ്കീർത്തകനോടൊപ്പം നാം നിലകൊള്ളേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ, അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ. മൂന്നാമതായി, ഓരോ ക്രിസ്മസിലും ഒരു രോദനമുണ്ട്. ക്രിസ്തു ജനിച്ചു വീഴുന്നതിന് മുൻപ് പ്രവേശിക്കുവാൻ ഇടമില്ലാതെ പലായനത്തിൻ്റെ നൊമ്പരവും കണ്ണുനീരും പേറിയല്ലേ യൗസേപ്പിതാവും മാതാവും സഞ്ചരിച്ചത്. അവൻ്റെ ജനനത്തിന് ശേഷവും ഈ നിഷ്കളങ്ക പൈതങ്ങളുടെ കൂട്ടക്കുരുതിയിൽ അമ്മമാർ നിലവിളിച്ചു. അമ്മമാരുടെ നിലവിളിക്ക് മുകളിൽ നീതിയുടെ നിലവിളിയായി മാറേണ്ട ക്രിസ്തു ജനിച്ചിരിക്കുന്ന ഈ സമയം നമ്മുടെ വേദനകളിൽ നിരാശരാകാതെ അവനിൽ ആശ്രയിക്കുവാൻ സഭാമാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഏവർക്കും ഈ വിശുദ്ധ പൈതങ്ങളുടെ തിരുനാളിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ നേരുന്നു. ആമേൻ. ചലമായതാമായിരം കുഞ്ഞു
ആരെന്നറിയുവാനാവതില്ലാതവർ പുഞ്ചിരി പൂക്കൾ തൻ ശിരസറുത്തു.